പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ക്രിസ്മസ് സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളുണ്ടാക്കുന്ന സ്റ്റാർ നമ്മുടെ വീട്ടിൽ തന്നെ അലങ്കരിക്കുന്നത് വളരെ മനോഹരമായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ, അതുപോലെ കത്രിക അല്ലെങ്കിൽ നൈഫ്, പിന്നെ നമുക്കൊരു ഗമ്മ്, ഇത്രയുമാണ് വേണ്ടത്. നമ്മളെടുക്കുന്ന ചാർട്ട് പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു സ്റ്റാറിൻ്റെ സൈസ് വരുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ളൊരു പേപ്പറായിട്ട് കട്ട് ചെയ്തും വച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നതനുസരിച്ച് വലിപ്പം കൂട്ടി തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഏകദേശം 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിനെക്കാട്ടിലും കൂടുതൽ വലിയ വലിപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ പേപ്പറിൻ്റെ സൈസ് കൂടെ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാറിന് എത്ര കാലുകൾ വേണമെന്ന് കൂടി നമുക്ക് ഡിസൈഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാറിന് 6 കാലുകൾ വരുന്ന രീതിക്കാണ് ചെയ്തു പോകുന്നത്. കാലുകളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയർ പേപ്പറിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിൻ്റെ കോണോട് കോൺ ക്ലിയർ ആയിട്ട് വരുന്ന രീതിക്ക് ഒരു മടക്കം കൊടുക്കുക. ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു കോണിൽ മാത്രം കൊടുക്കുക. നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ കൃത്യം സെൻറ്റർ, കോൺ ടു കോൺ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മടക്ക് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു സെൻറ്റർ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മടക്ക് കൊടുക്കുന്നത്. അഥവാ മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പേനയോ പെൻസിലോ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്നത് പോലെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിനെ മടക്കേണ്ടതുണ്ട്. റോക്കറ്റ് നമ്മൾ മടക്കുന്നത് പോലെ മടക്കേണ്ടതുണ്ട്. ഒന്നിനെ ഓവർലാപ്പ് ചെയ്താണ് മറ്റൊന്നിനെ മടക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് സെൻറ്ററിന് കൃത്യമായിട്ട് വരുന്ന രീതിക്ക് തന്നെ ആ ഒരു മടക്ക് കൊടുക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും സെൻറ്ററിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കോൺ നമ്മൾ മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മടക്കിയ ലെഫ്റ്റ് സൈഡിലെ പേപ്പറിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലെ പേപ്പറിനെ മടക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ 2 പേപ്പറുകളെ തമ്മിൽ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റാറിൻ്റെ കാലുകൾ കിട്ടുന്ന രീതിക്ക് തന്നെ. അപ്പോൾ ആ ഒരു ഒട്ടിക്കാനുള്ള ഏരിയ കിട്ടുന്ന രീതിക്ക് വേണം നിങ്ങളിപ്പോൾ ഇത് മടക്കാനായിട്ട്. കൂടുതലായിട്ട് മടക്കേണ്ട ആവശ്യമില്ല, കുറച്ചായിട്ട് മടക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഗം അപ്ലൈ ചെയ്യാനുള്ള ഏരിയയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഗം അപ്ലൈ ചെയ്ത് അതിനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഗം അകത്തേക്ക് സ്പ്രെഡ് ആകാതെ മാക്സിമം ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമായ ഒരു സ്റ്റെപ്പാണിത്. കാരണം ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഓരോ പേപ്പറിലും ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എല്ലാ പേപ്പറിലും ഈക്വലായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫെവിക്കോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അധികം ലാഗില്ലാതെ തന്നെ ഒട്ടിക്കിട്ടും. അതുപോലെ തന്നെ അകത്തെങ്ങാനും ഗമ്മായാൽ നമ്മളൊരു സ്കെയിലോ പെൻസിലോ ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു അകത്ത് ഒട്ടിയത് കൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത ഈ ഒരു കോണിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ആയിരിക്കണം ഇനിയുള്ള എല്ലാ പേപ്പറും മടക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡും മടക്കുക. റൈറ്റ് സൈഡ് മടക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മടക്കി വെച്ച ആ ഒരു സ്റ്റാറിൻ്റെ ലെഗിൻ്റെ അതേ വലിപ്പം കിട്ടുന്ന രീതിക്ക് തന്നെ സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം മടക്കുക. അതാകുമ്പോൾ എല്ലാത്തിനും തുല്യമായിട്ടുള്ള അകലമായിരിക്കും കിട്ടുന്നത്. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് വ്യത്യാസം വരാതെ തന്നെ കൃത്യമായിട്ട് മടക്കി ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റെപ്പ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പേപ്പറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മടക്കിയതിന് ശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ മടക്കിയ 2 ലെഗ്സും ഒരേ വലുപ്പത്തിൽ തന്നെയാണോ ഉള്ളതെന്ന് അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കുക. അതുപോലെ തന്നെ എല്ലാ ലെഗ്സും മടക്കുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ മടക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ലെഗ്സും ഇപ്പോൾ മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ കോണോട് കോൺ ഓപ്പോസിറ്റായിട്ടൊന്ന് മടക്കിയെടുക്കുക. നമ്മളിപ്പോൾ ആദ്യം മടക്കിയതിൻ്റെ 2 സൈഡുകളും കൃത്യമായിട്ട് ഒരേ ലെവലിൽ വരുന്ന രീതിക്ക് ഇപ്പോൾ കാണിക്കുന്നത് പോലെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കുന്നത് നമ്മുടെ ഈ ഒരു കോണിൻ്റെ സെൻറ്ററിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു മടക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു സൈഡ് എളുപ്പം തന്നെ കിട്ടും, മറു സൈഡ് നമ്മൾ ഒട്ടിച്ചത് കൊണ്ട് അവിടെ അല്പം ടഫായിരിക്കും. അതുകൊണ്ട് ആ ഒരു ഏരിയ മടക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് തന്നെ മടക്കുക. ബാക്കി ഏരിയയ്ക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മടക്കാനും സാധിക്കും. എല്ലാ പേപ്പറും ഇതുപോലെ മടക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ പേപ്പറുകളും ഇപ്പോൾ കോണോട് കോൺ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് പലർക്കും തെറ്റുപറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ ഈ ഒരു കോണോട് കോൺ മടക്കിയ ഈ ഒരു പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലായിട്ട് വരുന്ന രീതിക്ക് നമുക്കതിൻ്റെ വേസ്റ്റ് ഏരിയ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പർ ഏകദേശം 11.5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡും വരുന്നുണ്ട്. ഞാൻ 11 സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിക്ക് ടോപ്പ് സെൻറ്ററിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള പാർട്ടിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെരിവേരിയും റൈറ്റ് സൈഡ് ചെരിവേരിയും ഈക്വലായിട്ട് തന്നെ വരണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാർ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാലൻസ് ഏരിയനെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമുക്കത് ഇത്രയും ഏരിയയാണ് ഇവിടെ വേസ്റ്റായിട്ട് വരുന്നത്. അതിനെ നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റ് പേപ്പറുകളെയും കട്ട് ചെയ്ത് ക്ലിയറാക്കി എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമുക്കിവിടുത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ വളരെ ക്ലിയറായിട്ട് തന്നെ കിട്ടുന്ന രീതിക്കായിരിക്കണം മുന്നോട്ടേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ മടക്കിയ മടക്ക് നമ്മൾ നേരെ തിരിച്ച് മടക്കി വച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് രണ്ട് സൈഡും നോക്കി ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ച സൈഡിലേക്ക് വരുന്ന രീതിക്കൊരു മടക്ക് കൊടുത്തായിരുന്നു. ആ മടക്കിനെ നേരെ നൂത്ത് തിരിച്ച് വച്ചതിന് ശേഷം ഒട്ടിപ്പ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ മാറിപ്പോകാതെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പേപ്പറുകളും ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പേപ്പറുകളും കൃത്യമായിട്ട് ഒരേ ഷേപ്പ് തന്നെ വരുന്ന രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു പേപ്പറിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരത്തെ മടക്കിയ സെൻറ്ററിൽ നിന്ന് അകത്തേക്ക് 2.5 സെൻറ്റിമീറ്റർ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ 6 ലെഗ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2.5 സെൻറ്റിമീറ്റർ അകത്തേക്ക് മടക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു സൈഡ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ വശങ്ങളിലേക്ക് മടക്കുക. മടക്കേണ്ടത് ഒട്ടിപ്പ് വരാത്ത സൈഡാണ്. ഒട്ടിപ്പ് വരുന്ന സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഒട്ടിപ്പ് വരാത്ത സൈഡിനെ നമ്മളിത് സൈഡിലേക്ക് മടക്കി ഷേപ്പാക്കി എടുക്കുന്നു. ഇനി ഇതേ രീതി തന്നെ മറ്റെല്ലാ പേപ്പറിലേക്കും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാറിന് 5 കാലുകൾ മതിയെങ്കിൽ നമുക്കിപ്പോൾ 2.5 സെൻറ്റിമീറ്റർ അകത്തേക്ക് കട്ട് ചെയ്യേണ്ടി വരില്ല. ഏകദേശം 2.2 അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ തന്നെ മതിയാകും. അതല്ല കൂടുതൽ ലെഗ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ലെഗിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ അകത്തേക്ക് കട്ട് ചെയ്യുന്ന ഏരിയ കൂട്ടി വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റാറിൻ്റെ ലെഗിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടിയായിരിക്കും അകത്തേക്ക് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുന്നത് 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പേപ്പറിലാണ് ഈ ഒരു സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പേപ്പറിലാണ് നിങ്ങളൊരു സ്റ്റാർ ഉണ്ടാക്കുന്നതെങ്കിൽ അകത്തേക്ക് കട്ട് ചെയ്യേണ്ടത് ഏകദേശം 5 സെൻറ്റിമീറ്റർ ആയിട്ട് വർദ്ധിക്കും. അതായത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റാർ ലെഗ്സിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്ത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ഒട്ടിപ്പ് വരുന്ന ഭാഗം നമുക്കിതിൽ ആവശ്യമില്ല. അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ മടക്കി മാറ്റി വച്ചിരിക്കുന്ന പാർട്സിൽ കുറച്ച് ഭാഗം മാത്രം മതിയാകും. അത്ര ലെങ്ത് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതുകൂടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പേപ്പറിലും കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ പേപ്പറുകളും ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 2 പേപ്പറുകളൊന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈഡുകൾ നമ്മളിപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ഒട്ടിക്കാൻ പറ്റിയ സൈഡുകൾ അടുത്തതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിക്കാണ് കണക്ട് ചെയ്ത് നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ. അങ്ങനെ നിങ്ങൾ ആദ്യം വച്ച് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഗം അപ്ലൈ ചെയ്ത് ഒട്ടിക്കേണ്ടത്. കാരണം ചെറിയ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ പോലും നമ്മുടെ ഈ ഒരു സ്റ്റാറിൻ്റെ സൈഡ് എഡ്ജുകൾ ഒട്ടിക്കേണ്ട സൈഡ് എഡ്ജുകൾ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് വച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്കതിനെ ഒട്ടിക്കാം. ചിലപ്പോൾ ഒന്ന് ശരിയായില്ല എങ്കിൽ മറ്റൊന്ന് എടുത്ത് വയ്ക്കുമ്പോൾ ശരിയാകാം. നമ്മളിപ്പോൾ മാറ്റുന്ന ഒന്ന് അടുത്തൊന്നിലേക്കും ശരിയാകാം. ഇപ്പോൾ നമ്മളെന്തായാലും ആദ്യം 2 വീതം ഇതുപോലെ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിത് ആ ഒരു പശ ഒട്ടിക്കേണ്ട ഭാഗം കൃത്യമായിട്ട് മടക്കി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഏരിയയിൽ മാത്രം ഗം അപ്ലൈ ചെയ്യുക. കാരണം സ്പ്രെഡായി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒട്ടേണ്ട സൈഡ് മാത്രം ഒട്ടിച്ചെടുക്കുക. ഇവ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സൈഡ് വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറു സൈഡ് ഇളകി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. അല്പം ടഫായിരിക്കും, എന്നാൽ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും. ജസ്റ്റ് ഒരു സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സൈഡ് ക്ലിയർ ആയിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡ് നേരെ വച്ച് കഴിഞ്ഞാൽ തമ്മിൽ അമർത്തി പിടിച്ച് നമുക്കതിനെ ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അതുപോലെ തന്നെ വച്ചതിന് ശേഷം സ്പോട്ടിൽ തന്നെ ഒന്ന് നൂത്ത് നോക്കുക. കാരണം ഗമ്മ് സ്പ്രെഡായി കഴിഞ്ഞാൽ അകത്തുകൂടെ ഗമ്മായി ചിലപ്പോൾ ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊന്ന് ക്ലിയറാക്കി എടുക്കുക. അല്ലെങ്കിൽ സ്റ്റാർ മൊത്തത്തിൽ അത് ഒട്ടിപ്പോകും. ഇപ്പോൾ നമ്മളിത് 2 ലെഗ്സ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാം 2 ലെഗ്സ് വീതം നിങ്ങളിപ്പോൾ കണക്ട് ചെയ്തെടുക്കുക. കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ശ്രദ്ധിക്കുക. ആദ്യം അവ തമ്മിലൊന്ന് വച്ച് നോക്കുക. ക്ലിയർ ആണെങ്കിൽ മാത്രം ഗം അപ്ലൈ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക.
ഇപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ 2 ലെഗ്സ് വീതം ക്ലിയറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ആ ഒരു സ്റ്റാർ ഏകദേശം ക്ലിയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവ തമ്മിൽ കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ടെണ്ണം തമ്മിൽ ഇത് നേരത്തെ കണക്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ആദ്യം വച്ച് നോക്കുന്നു, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് രണ്ടും തമ്മിൽ മിസ് മാച്ചാണ്. ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങിയുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, മിസ് മാച്ച് വരികയാണെങ്കിൽ അടുത്ത സൈഡ് വെച്ച് നോക്കുക. എന്തായാലും നമുക്ക് ഒരു സൈഡ് മറ്റൊരു സൈഡിലേക്ക് എവിടെയെങ്കിലുമൊക്കെ മാച്ച് ആകും. ഇപ്പോൾ ഇത് ഈ ഒരു സൈഡ് ക്ലിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ സൈഡ് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഒട്ടിക്കുക. നമ്മുടെ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ഓരോന്നിൻ്റെ ഗ്യാപ്സ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ നോർമൽ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ രണ്ടെണ്ണമൊക്കെ ഒന്നിച്ച് കയറ്റി ഒട്ടിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ആ രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ടോട്ടൽ 6 ലെഗും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യുകയാണ്. അവിടുത്തെ ഗമ്മ് കൂടി അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഫിനിഷ് ആവുകയാണ്. കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ എഡ്ജുകളും ഒരേ ലെവലിൽ തന്നെ വരുന്ന രീതിക്ക് ഒട്ടിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു ലെവൽ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് നൂന്ന് വരത്തില്ല. സൈഡ് എഡ്ജുകളൊക്കെ ക്ലിയർ ആയിട്ട് വരുന്ന രീതിക്ക് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ അതിൻ്റെ അകം ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നൂത്തത്. ഇനി നമുക്ക് ആ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട്, അതിനെ കൂടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിലൊരു വള്ളി കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്ക് സ്റ്റാറിനെ പിടിച്ച് കെട്ടി വയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു വള്ളി കൂടെ ആഡ് ചെയ്യാം. വേസ്റ്റ് ഏരിയ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കാരണം എല്ലാ എഡ്ജുകളും ഒരേ ലെവലിലാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒട്ടിച്ച സൈഡ് കൂടെ ചിലപ്പോൾ കട്ട് ചെയ്ത് മാറാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ വേസ്റ്റ് ഏരിയ രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഒരു വള്ളി കൂടെ ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു വള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നീളം അനുസരിച്ച് 2 വള്ളിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഓരോ വള്ളിയുടെയും എഡ്ജിൽ ഓരോ കെട്ട് കൂടെ ഇടുക. നമ്മളിപ്പോൾ ഈ വള്ളികളെ അതിലേക്ക് ഒട്ടിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെട്ട് ഇടുന്നത്. വള്ളികളിൽ കെട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വള്ളികളെ അതിൻ്റെ അകത്തേക്ക് ഒട്ടിക്കുന്നതിനായി നമുക്കൊരു പേപ്പർ ആവശ്യമുണ്ട്. അതിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വേസ്റ്റ് പേപ്പറിൽ നിന്നും ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നു. അത് ആ ഒരു സ്റ്റാറിൻ്റെ ഇൻസൈഡിൽ ഫിറ്റാകുന്ന രീതിക്കായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമ്മുടെ ഇൻസൈഡിൽ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്കതിലേക്ക് ഗം അപ്ലൈ ചെയ്യാം. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വള്ളിയുടെ കെട്ട് താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വള്ളി അങ്ങനെ വയ്ക്കുക. അതിനുശേഷം ശ്രദ്ധിച്ച് നമ്മുടെ ഈ ഒരു പേപ്പറിനെ എടുത്ത് അകത്തേക്ക് വള്ളി കൃത്യമായിട്ട് ആ ഒരു സ്റ്റാറിൻ്റെ കോണിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് തന്നെ ഒട്ടിക്കുക. ഇതേ രീതിയിൽ തന്നെ സ്റ്റാറിൻ്റെ മറു സൈഡിലും നമ്മുടെ ഒരു വള്ളി ഒട്ടിച്ചെടുക്കുക. ഈ ഒരു വള്ളി കൂടി ഒട്ടിച്ചെടുക്കുന്നത് വഴി നമ്മുടെ സ്റ്റാർ ഫിനിഷ് ആവുകയാണ്. നമ്മുടെ ആ ഒരു ഒട്ടിപ്പ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റാറിനെ നൂത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു വള്ളി കൃത്യമായിട്ട് ഒട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം അതിന് കൊടുക്കാം. അതിന് ശേഷം അതിനെ നൂത്ത് നോക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ സ്റ്റാർ നൂത്ത് നോക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ വള്ളികളൊക്കെ ക്ലിയർ ആയിട്ട് പിടിച്ചതിന് ശേഷം കാലുകൾ ജസ്റ്റ് നൂത്ത് കൊടുത്തുകൊണ്ട് നമുക്കതിനെ ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റാർ ക്ലിയർ ആയിട്ട് തന്നെ നൂന്ന് വന്നിട്ടുണ്ട്. ഞാനതൊരു കെട്ട് വിട്ടു. നമ്മുടെ എഡ്ജുകളൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതേ നമ്മുടെ സ്റ്റാർ പക്ക ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റാറിൽ വേണമെങ്കിൽ ഇനിയും ഡെക്കറേഷൻസ് ആഡ് ചെയ്യാം. അതായത് പഞ്ചിങ് ഹോൾസ്, അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പഞ്ച് ചെയ്തുകൊണ്ട് ഹോൾസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാം, കൂടുതൽ പേപ്പേഴ്സ് ആഡ് ചെയ്ത് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നോക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പേപ്പർ ഉപയോഗിക്കുക, ചെറുതാണെങ്കിൽ ചെറിയ പേപ്പർ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പുൽക്കൂടിലൊക്കെ തൂക്കാൻ പറ്റിയ അല്ലെങ്കിൽ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ ചെറിയ സ്റ്റാറാണ് ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്